അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയാണ്. പാരൻറ്റിംഗ് തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു പാരൻ്റ് ആവുക എന്നത് തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മൾ വളർത്തുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിലുള്ള മാതൃകയായിട്ടുള്ള കുട്ടികളായിരിക്കണം എന്നാണ് ഓരോ പാരൻറ്റിൻ്റെ വളർത്തിയെടുക്കുന്ന ഒരു ടാസ്ക്. അപ്പം അതിൽ ചില പാരൻസ് വിജയിക്കും, ചില പാരൻസ് സ്ട്രഗിളിങ് ആയിരിക്കും, ചില പാരൻസ് അതിൽ പരാജയപ്പെടും. അപ്പം മാമിനായിരിക്കും കൂടുതൽ അതിൻ്റെ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുക. കാരണം മാം ഒരു സർട്ടിഫൈഡ് പാരൻറ്റിങ് കോച്ചാണ് ഗെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് മാമിൻ്റെ അടുത്ത് തന്നെ കൂടുതൽ ചോദിച്ചറിയാം. അപ്പം മാം ഇപ്പോൾ പാരൻസ് ആയിട്ടുള്ളവർക്കും ഇനി പാരൻസ് ആവാൻ പോകുന്നവർക്കും മാമിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പാരൻറ്റിങ് ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പോൾ പാരൻറ്റിംഗ് എന്ന് പറയുമ്പം ഏജ് വൈസ് ആയിട്ട്, അതായത് ഓരോ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റൈൽ ഓഫ് പാരൻറ്റിങ് ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഈ പാരൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഓരോ വ്യക്തികളുടെയും ഒരുപാട് ആഴത്തിൽ നമ്മൾ വ്യക്തികളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഫേസ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും അവരുടെ ഒരു പാരൻറ്റിങ് അല്ലെങ്കിൽ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് എന്നാണ് പലപ്പോഴും തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു കുട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ നേരിടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പാരൻറ്റിങ് വളരെ സ്ട്രോങ് ആണ്. ഒരു പാരൻസ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ട്രോമാസ് ഒന്നും അവരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തെന്ന് വരില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പാരൻറ്റിങ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിലുള്ളവർക്കും അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി ചെറുതായിട്ട് ഡിഫറെൻറ്റ്. എന്നാൽ പോലും ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിപ്പം ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിലും ശരി, അത് 10 വയസ്സുള്ളതാണെങ്കിലും 30 വയസ്സുള്ള ആളാണെങ്കിലും അയാളൊരു ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വയസ്സുള്ള കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ ഫോഴ്സ് ചെയ്യേണ്ട. എല്ലാ കുട്ടികൾക്കും ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും കുട്ടികളുടേതായിട്ടുള്ള. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട് അവരങ്ങ് എൻഗേജ് ആക്കാൻ നോക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പം കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ അവരെ പുറമെ ഒബ്സർവ് ചെയ്യാനുള്ള അവരുടെ കുറേ ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ടാവും. അതൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്യാണ്. അവരെ ഫോക്കസ് മുഴുവൻ നമ്മൾ ആ ഒരു കളിപ്പാട്ടങ്ങളിലേക്ക് പോകും. ഒബ്സർവേഷൻ അവർ പലതും കണ്ടുപിടിക്കുന്നുണ്ട് അവർ വെറുതെ നമ്മൾ വിടുകയാണെങ്കിൽ. അപ്പം അതിനെ അവരെ വഴിക്ക് വിടുക, ഫ്രീ ആയിട്ട് വിടുക. അവരുടെ ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും അവർ പലതും പോയിട്ട് വലിച്ചിടുന്നത്. അവരെ ഒരു കണ്ണുണ്ടായാൽ മതി അവിടെ. അപ്പോൾ അവരൊരു ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. കുറച്ചും കൂടി വലുതാവുമ്പോഴാണെങ്കിലും അവർ ചിലപ്പം ഇമ്മച്വർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡെസിഷൻസോ അഭിപ്രായങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവരൊക്കെ ഹാംഫുൾ ആയിട്ടുള്ളതായിരിക്കാം അവർ പറയുന്ന അഭിപ്രായങ്ങൾ. പക്ഷേ അപ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. മറ്റുള്ളവർ നമ്മളെടുത്ത് സജഷൻസ് വരുമ്പം നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ച് സജഷൻസ് നമ്മൾ അങ്ങോട്ടേക്ക് പറയും അല്ലേ. കാരണം അത് അൾട്ടിമേറ്റ്ലി പിന്നെ നമുക്ക് എത്ര അഭിപ്രായങ്ങൾ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞാലും നമ്മളുടെ അഭിപ്രായത്തിന് നമുക്ക് ഇഷ്ടത്തിനുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. എന്നാലും നമ്മൾ ആലോചിക്കും ഇത്രയും സജഷൻസ് ഒക്കെ വരുമ്പം ഏതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികളോട് നമുക്ക് അങ്ങനെ പറയാം. അവർ പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ 3-4 സജഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കാം. അപ്പോൾ അവരാലോചിക്കും ഏറ്റവും നല്ലത് ഏതാണ്. അവർക്കത് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ അവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒരു രീതിയിലും അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഒന്നിനും നിങ്ങളെ ഇഷ്ടങ്ങൾ ഒരു രീതിയിലും അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതിപ്പം ചെറിയ കാര്യങ്ങളാവാം. ഇപ്പം പഠന സംബന്ധമായിട്ടൊക്കെ നമ്മളെപ്പോഴും പറയും, ഇപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മളുടെ വഴിക്ക് കുട്ടി വരണം എന്നുള്ള നിർബന്ധം. ഇപ്പോൾ കുറേയൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വന്നു. കുട്ടികൾ അവരെ വഴിക്ക് വിടാൻ തുടങ്ങി. എന്നാലും ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ പുതപ്പെടുത്തിട്ട് നമുക്ക് തണുപ്പായിരിക്കും, കുട്ടികളെ നമ്മൾ പുതപ്പിക്കാൻ നോക്കും. അപ്പോൾ ചിലപ്പോൾ അത് അവർക്ക് ചൂടായിരിക്കും. അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന പ്രായമായിരിക്കില്ല. അവരത് മാറ്റും. ചിലപ്പം പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും പിന്നെ അവരെ ബിഹേവിയറിന് അത് മാറ്റുകയൊക്കെ ചെയ്യും. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു കംഫർട്ട് ഉണ്ടാവും, അവരുടെ ഇഷ്ടങ്ങളുണ്ടാവും. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതെ, ട്രീറ്റ് ചെയ്യുക. എല്ലാ രീതിയിലും അത് ട്രീറ്റ് ചെയ്യാം. പിന്നെയുള്ള രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണോ ആ കുട്ടിയെ വ്യാഖ്യാനിക്കുന്നത്, അവരെ ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ ആയിത്തീരും ആ കുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇപ്പോൾ നിനക്ക് ഭയങ്കര പേടിയല്ലേ, ഇപ്പോൾ ഒരു പുത്തിരി കത്തിക്കാനാണെങ്കിലും എന്തായാലും, അല്ലെങ്കിൽ അവനെ കൊണ്ട് അത് പറ്റില്ല, അവന് വല്ലാതെ പേടിയാണ്, നീ പോയി ചെയ്തോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡെഫിനേഷനിലേക്ക് പോവുക ചെയ്യുന്നത്. എനിക്ക് പേടിയാണ്, ആ കുട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അല്ലെങ്കിൽ നീ കറുത്തിട്ടാണ്, അവരൊക്കെ നല്ല വെളുത്തിട്ടാണ്, ചിലപ്പം കൂടെയുള്ള സഹോദരങ്ങളൊക്കെ നല്ല നിറം ഉണ്ടാവുമായിരിക്കും. അപ്പം അല്ലെങ്കിൽ പഠന കാര്യത്തിലാണെങ്കിലും ഒക്കെ പല രീതിയിൽ ചിലപ്പോൾ കമ്പാരിസൺസ് വരും. അപ്പോൾ അതൊരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഈ കുട്ടികളിൽ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ അവരെ ഡിഫൈൻ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ആ കുട്ടി. നീ വളരെ കോൺഫിഡൻ്റ് ആണ്, അപ്പോൾ ധൈര്യം
ഇല്ലെങ്കിൽ പോലും നമുക്ക് പറയാം നിനക്ക് നല്ല ധൈര്യമാണ്, നീ നല്ല മിടുക്കനാണ്, നിനക്കൊണ്ടത് പറ്റും. അങ്ങനെ നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആ രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് വളർന്നു വരും. അപ്പോൾ അവരെ ഡിഫൈൻ ചെയ്യുന്ന രീതി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അറിയാതെ പോലും ഒരു നെഗറ്റീവ് കമൻറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മൂന്നാമത് കമ്പാരിസൺ ആണ്. ഒരിക്കലും അതിപ്പോൾ കസിൻസ് ആയാലും ശരി, പിന്നെ സിബ്ലിങ്സ് ആയാലും നെയ്ബേഴ്സ് ആയാലും, ചിലപ്പം പാരൻസ് കമ്പയർ ചെയ്തില്ലെങ്കിലും നെയ്ബേഴ്സ് വന്നിട്ട് നിനക്ക് എത്ര മാർക്ക് കിട്ടിയാൽ അവർക്ക് ഇത്ര മാർക്ക്, നിനക്കെന്താ ഇത്ര കുറഞ്ഞു പോയത്. അപ്പോൾ ഈ മാർക്കിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് കുറച്ചും കൂടെ വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അൾട്ടിമേറ്റ്ലി ഒരാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അയാൾ എങ്ങനെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, അയാൾ എത്ര പ്രാക്ടിക്കലാണ്, അയാൾക്ക് എത്ര സെൻസ്, അയാളുടെ സ്മാർട്ട് വർക്ക് എത്രയാണ് അല്ലേ. ചിലപ്പോൾ ഒരുപാട് മാർക്കുള്ള ഒരാൾക്ക് ചിലപ്പോൾ സ്മാർട്ട് വർക്ക് കിട്ടിക്കോളണം, അയാൾ എത്ര സിൻസിയറാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ പോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് അതൊക്കെയാണ് അല്ലേ. മാർക്കിനേക്കാളും വേറെ ഒരുപാട് ക്വാളിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. എല്ലാ വ്യക്തികൾക്കും അയാൾക്ക് ഒരു കഴിവുകൾ ഉണ്ടാവും, ഒരു സ്കിൽ എന്തായാലും ഉണ്ടാവും. അത് ചിലപ്പോൾ പഠിക്കാനായിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു സോണിലായിരിക്കും, ഒരു ഹിഡൻ ടാലൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക, അയാളെ വഴിക്ക് വിടുക, അയാളെ ഇൻഡിവിജ്വലായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2-3 കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ടോപ്പ് 3 പാരന്റിംഗ് ടിപ്സ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ മാം, ഫൈനൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാമിൻ്റെ ടീമുമായിട്ട് പലതരത്തിലുള്ള ക്ലയൻസിനെ മാം പരിചരിച്ചിട്ടുണ്ടാകും. അതിൽ ഏതെങ്കിലും ഒരു ഹാർട്ട് ടച്ചിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹാർട്ട് ടച്ചിങ് മൊമെന്റ് ഉണ്ടാവും? അനോണിമസ് ആയിട്ട് അയാളുടെ പേരൊന്നും പറയണ്ട, പക്ഷെ മാമിന് ഉള്ളിൽ തട്ടി എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ? ചില കേസസ് ഒക്കെ ശരിക്കും ഹാർട്ട് ടച്ചിങ് തന്നെ നമ്മളെ വല്ലാതെ ഇമോഷണൽ ആക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു ഇമോഷണൽ കമ്പോണൻ്റ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പാരൻസ് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവരെ ചൈൽഡ്ഹുഡിൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു അസുഖം, ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു അസുഖം ഇയാൾക്ക് വരില്ലായിരുന്നു, ഇത്ര സഫർ ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഒരു കേസുണ്ട്, ഒരു സ്കിസോഫ്രീനിയ കേസാണ്. അപ്പം ഈ കുട്ടി വരുന്നത് ഒരു 20-25 ഏജ് അറൗണ്ടാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി. അപ്പം ഇതിൻ്റെ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 4 വയസ്സ് തൊട്ട് ഈ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതായത് പല സിറ്റുവേഷൻസിൽ വെച്ചിട്ടാണ്. അതായത് ഇയാൾ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഓവർസീസാണ്. പിന്നെ നാട്ടിലിടയ്ക്ക് വെക്കേഷന് വരുമ്പം കുട്ടികളെ കളിക്കാൻ വിടുമ്പം അടുത്ത വീട്ടിലെ നെയ്ബറായിട്ടുള്ള കുറച്ച് പ്രായമുള്ള ചേട്ടന്മാർ കാണും അല്ലേ. അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഫിയർ കാരണം കുട്ടികളൊന്നും തുറന്ന് പറയില്ല, എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റില്ല. ആ ഫേസ് അത് എല്ലാ വെക്കേഷനിൽ വരുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പഠിപ്പിക്കാൻ വരുന്ന ട്യൂഷൻ ടീച്ചറുടെ, അപ്പം ഇത് യൂഷ്വലി ട്യൂഷൻ ടീച്ചർ വന്ന് വീട്ടിലിരുന്നിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാരൻസ് അവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നാണല്ലോ. അത് കണ്ടിന്യൂസ്ലി 2-3 വർഷം അവിടെയും ഒരു അബ്യൂസ് നടക്കുന്നു. അപ്പോൾ ടീച്ചറേയും പേടി, അതേസമയം ഫാദർ ഭയങ്കര സ്ട്രിക്റ്റുമാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പൺ അപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല എവിടെയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും പ്രശ്നം. അപ്പോൾ ആ ഒരു പേടി കാരണം എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഈ ഒരു അസുഖം മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും നമ്മളെപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ്, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഒരു ശ്രദ്ധ, ഒരു അറ്റൻഷൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഈ കുട്ടി പോവില്ലായിരുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ മാം, അപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കുറേ ഇൻഫർമേഷൻ നമുക്ക് വേണ്ടി പകർന്നു തന്നു. അത് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ, അത് ആയുർവേദം എന്ന് പറയുന്നത് നമുക്ക് അത്ര നോളജ് ഇല്ലാത്തൊരു ഏരിയ ആണ്. അത് ആ ഏരിയയിൽ വരെ മാം വളരെ ലൈക്ക് ഏതൊരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് മാം എല്ലാ ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും ജോലി തിരക്കിനിടയിൽ മാം ഈ സമയം ചിലവഴിച്ചതിന് എത്രയോ നന്ദി. സോ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അപ്പം ടോക്ക് വിത്ത് ജോയുടെ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ഗസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.